नमस्ते बच्चों, सब लोग ठीक है ना। मैं ठीक हूँ। तो आज हमें दुआ से शुरू करना चाहिए। तो दुआ मेरे साथ बोलो। रब्बी असिर वलातु असिर वतम्मिन बिलहैर व बिका नस्तहीनु या फत्ताहु रब्बी सिदनी इल्मा रब्बी सिदनी इल्मा रब्बी सिदनी इल्मा। तो हम दूसरा हमारा पाठ 2 हम कंप्लीट किया। पाठ का नाम क्या था? ചതുർ ചിത്രകാർ. एक പോയം था ഒരു കവിതയായിരുന്നു അല്ലേ. നമ്മളൊരു കവിത പഠിച്ചു, ചതുർ ചിത്രകാർ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. ദെൻ നമ്മൾ അതിൻ്റെ വർക്ക്സ് എല്ലാം ചെയ്തിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? അതിൻ്റെ ശബ്ദാർത്ഥ പറഞ്ഞു, ദെൻ തുകാന്ത് ശബ്ദ പറഞ്ഞു അല്ലേ. ഒരേപോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സ് നമ്മുടെ പോയത്തിൽ കണ്ടുപിടിച്ച് എഴുതണമെന്ന് പറഞ്ഞു. അതുപോലെ उसके विलोम शब्द छांट कर लिखना वो बोला. और उसके बाद स्त्रीलिंग पुल्लिंग वो बोला. और एक शब्दों में उत्तर लिखो. ഏതാണ്? चित्र बनाने वाला चित्रकार. ऐसा हम सभी कार्य किया है. तो एक और बार हम इस रिवाइज करते हैं. अब ഈ പോയം നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. അപ്പം പോയം മൊത്തത്തിൽ നമ്മൾ 8 സ്റ്റാൻസ വീതമായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമ്മളൊന്നും കൂടി ഇതൊന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് എ റിവിഷൻ. तो पहला चतुर चित्रकार कविता में वाचन करती हूँ. ओके, ध्यान से बैठो. टेक्स्ट बुक पेज नंबर 10. चित्रकार सुनसान जगह में बना रहा था चित्र. इतने में ही वहाँ आ गया यमराज का मित्र. उसे देखकर चित्रकार के तुरंत उड़ गए होश. नदी पहाड़ पेड़ पत्तों का रह न गया कुछ जोश. फिर उसको कुछ हिम्मत आई, देख उसे चुपचाप. बोला सुंदर चित्र बना दूं, बैठ जाइए आप. उकरू मुकरू बैठ गया वह सारे अंग बडोर. बड़े ध्यान से लगा देखने चित्रकार की ओर. चित्रकार ने कहा हो गया आगे का तैयार. अब मुँह आप इधर तो करिए जंगल के सरदार. बैठ गया वह पीठ फिराकर चित्रकार की ओर. चित्रकार चुपके से खिसका जैसे कोई चोर. बहुत देर तक आंख मूंद कर पीठ घुमाकर शेर. बैठे बैठे लगा सोचने इधर हुई क्यों देर. झील किनारे नाव लगी थी एक रखा था बास. चित्रकार ने नाव पकड़ कर ली जी भर के सांस. जल्दी जल्दी नाव चलाकर निकल गया वह दूर. इधर शेर था धोखा खाकर चुन चला हट में चूर. शेर बहुत खिसियाकर बोला नाव जरा ले रोक. कलम और कागज तो ले जा रे कायर डरपोक. चित्रकार ने कहा तुरंत ही रखिए अपने पास. चित्रकला का आप कीजिए जंगल में अभ्यास. ये है हमारा कविता. നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? ചിത്രകാർ ക്യാ ഹേ? ചതുർ ചിത്രകാർ. ചിത്രകാർ മാനെ പെയിൻറ്റർ, ചതുർ മാനെ ക്ലെവർ. ക്ലെവർ പെയിൻറ്റർ അല്ലേ, മിടുക്കനായിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധനായിട്ടുള്ള ചിത്രകാരൻ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ചതുർ ചിത്രകാർ, ക്ലെവർ പെയിൻറ്റർ. ചിത്രകാർ സുൻസാൻ ജഗഹ് മേ ബനാ രഹാ ഥാ ചിത്ര. എന്തായിരുന്നു എൻ്റെ മീനിങ്? ചിത്രകാരൻ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത്, വിജനമായ സ്ഥലം എന്ന് പറയുമ്പോൾ ആരുമില്ലാത്ത നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലം അല്ലേ. ഏറ്റവും കൂടുതൽ വിജനത എവിടെയാണ് ഉള്ളത്? നമ്മുടെ കാടില്ലേ, കാടുകളിലും അങ്ങനെയൊക്കെ പുൽമേടുകൾ അല്ലെങ്കിൽ കാടാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുക. അപ്പോൾ കാട്ടിൽ അദ്ദേഹം എന്ത് ചെയ്യണു? വിജനമായ ആ കാട്ടിൽ അദ്ദേഹം ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാരാ വന്നേ? ആ ചിത്രമൊക്കെ വരച്ച് അദ്ദേഹം കാടിൻ്റെ ആ ഒരു ഭംഗിയിൽ ലയിച്ച് മുഴുകി, കാടിങ്ങനെ അതായത് കളകളം ഒഴുകുന്ന നദിയും കിളികളുടെ എന്താ പറയുക ചിലക്കലും അല്ലേ, പിന്നെയോ കാറ്റും മന്ദമാരുതനും ഒക്കെ ഇങ്ങനെ വീശുന്ന ആ സമയത്ത് അദ്ദേഹം നല്ല ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാ വരുന്നത് ആ സമയത്തേക്ക്? ആ സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നോ യമരാജൻ്റെ യമരാജ് കാ മിത്ര, യമരാജൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഇവിടെ ആരെ വിശേഷിപ്പിക്കുന്നേ? സിംഹരാജാവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. സിംഹരാജാൻ, കാട്ടിലെ രാജാവ്, സിംഹരാജാവ് അങ്ങോട്ടേക്ക് വന്നു.
സിംഹത്തെ കണ്ടപ്പോഴേക്കും ചിത്രകാരൻ്റെ ജീവൻ തന്നെ മുകളിലേക്ക് പോയി. അദ്ദേഹം എന്ത് ചെയ്തു? പേടിച്ചു വിറച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയും പെട്ടെന്ന് അയാൾക്കൊരു ബുദ്ധി തോന്നി. എന്ത് പറഞ്ഞു? അങ്ങ് ഇവിടെ വന്ന് ഇരുന്നാൽ ഞാൻ അങ്ങയുടെ ചിത്രം വരച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം സിംഹരാജാവ് പറഞ്ഞു, ശരി, ഞാനിരിക്കാം. അങ്ങനെ സിംഹരാജാവ് എന്ത് ചെയ്തു? സടമൊക്കെ അങ്ങോട്ട് കുടഞ്ഞിട്ട് ശരീരമൊക്കെ അങ്ങോട്ട് വിശാലമാക്കി അവിടെ വന്നിരുന്നു. ചിത്രകാരനെ നോക്കി ഇരുന്നിട്ടോ ചിത്രകാരൻ എന്ത് ചെയ്തു? സിംഹരാജാവിൻ്റെ മുൻഭാഗമൊക്കെ എന്ത് ചെയ്തു? ചിത്രം അങ്ങോട്ട് പകർത്തി നല്ലപോലെ വരച്ചു. അദ്ദേഹം ഇവിടെ വരയ്ക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. മുൻഭാഗം എല്ലാം വരച്ചു തീർന്നപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, അങ്ങയുടെ ശരീരത്തിൻ്റെ മുൻഭാഗം, സടയും മുഖവും എല്ലാം ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി അങ്ങ് തിരിഞ്ഞിരുന്നാൽ അങ്ങയുടെ പിൻഭാഗം വരച്ചു തരാമെന്ന് പറഞ്ഞു. സിംഹരാജാവ് കേട്ട പാതി എന്ത് ചെയ്തു? തിരിഞ്ഞങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി. തിരിഞ്ഞിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും ചിത്രകാരൻ്റെ അറിവും അനക്കവും ഒന്നുമില്ല. അയാൾ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം സിംഹരാജാവ് ചോദിച്ചു, മുൻഭാഗം വരച്ച് തീർക്കാൻ പെട്ടെന്ന് എടുത്തല്ലോ, സമയം അധികം വേണ്ടിയിരുന്നില്ലല്ലോ, പിൻഭാഗം വരയ്ക്കുന്നതിന് ഇത്രയും സമയം എന്താണ്? ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത്രയും സമയത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയം, തിരിഞ്ഞിരുന്ന സമയം ചിത്രകാരൻ എന്ത് ചെയ്തു? അയാൾ അവിടെ നിന്ന് തൻ്റെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ. അപ്പം കാടിന് അരികിലായിട്ട് എന്തുണ്ട്? ഒരു പുഴയുണ്ട്. ആ പുഴയോരത്ത് ഒരു തോണിയിലാണ് ഈ ചിത്രകാരൻ വന്നത്, ഒരു വള്ളത്തിലാണ് വന്നത്. വള്ളം അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പതുക്കെ സിംഹരാജാവ് അറിയാതെ തിരിഞ്ഞിരുന്ന സമയത്ത് സിംഹരാജാവ് അറിയാതെ വളരെ നിശബ്ദനായിട്ട് നടന്നു നീങ്ങി തോണിയിലേക്ക് പോവുകയും വള്ളത്തിൽ ചെന്ന് കയറിയിട്ട് എന്ത് ചെയ്തു? വള്ളം തുഴഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ സിംഹരാജാവ് തിരിഞ്ഞു നോക്കിയപ്പം ചിത്രകാരനെ കാണുന്നില്ല. അപ്പം സിംഹരാജാവ് ചോദിക്കുകയാണ്, അല്ലയോ പേടിത്തൊണ്ടാ, നീ നിൻ്റെ ഈ പേനയും പെൻസിലും കൂടെയൊക്കെ എടുത്തിട്ട് പോ, എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ ചിത്രകാരൻ വള്ളത്തിൽ ഇരുന്നോണ്ട് പറഞ്ഞു, അത് അങ്ങ് തന്നെ സുരക്ഷിതമായിട്ട് കയ്യിൽ വെച്ചോളൂ, അങ്ങേക്ക് കാട്ടിൽ എന്ത് ചെയ്യാം? ചിത്രകല അഭ്യസിക്കാം, ചിത്രകല പഠിക്കാം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാം, അതുകൊണ്ട് അങ്ങ് തന്നെ ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പം ഈ ഒരു പോയത്തിൻ്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച്, അതായത് നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് ഈ ഒരു സ്റ്റോറി പോയം നമ്മൾ എടുത്തത്. അപ്പോൾ പകുതി എല്ലാവർക്കും കേട്ടിട്ട് കണ്ടിന്യൂറ്റി ഇല്ലയെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ സമ്മറി ഞാൻ കേട്ടപ്പോൾ കുറേ പേരൊക്കെ എന്തോ മിസ്റ്റേക്കാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എന്താണ് സമ്മറി എന്നുള്ളത് കിട്ടും. ഇതിൻ്റെ മീനിങ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുപോലെ തുകാന്ത ശബ്ദം, ഈ പോയത്തിലെ തുകാന്ത ശബ്ദം നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ വരി ചിത്രകാർ സുൻസാർ ജഗഹുമേ ബനാ രഹാ ഥാ ചിത്ര, അത് ചിത്ര, അത് കഴിഞ്ഞിട്ട് ഇത്തനേ മേ ഹി വഹാമാകെ യമരാജ് കാ മിത്ര. കണ്ടോ, ഇവിടെ ചിത്രമിത്ര എന്ന് പറയുന്നത് തുകാന്ത ശബ്ദമാണ്. നമ്മൾ ലെറ്റർ ഒരുപോലെയാണ് അവസാനിക്കുന്നത്, ഒരു പ്രാസമുണ്ട്, അത് പറയുമ്പോൾ ഒരു താളമുണ്ട് അല്ലേ. ചിത്രമിത്ര. അതുപോലെ രണ്ടാമത്തെ വരികളിൽ എന്തുണ്ട്? ഹോഷ് ജോഷ്. അതായത് ഈ വരികളുടെ എല്ലാം അവസാനമുള്ള വേർഡാണ് എന്ത്? തുകാന്ത ശബ്ദമായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ കണ്ടോ, ഹോഷ് ജോഷ്. അതിന് താഴെ നമുക്ക് നോക്കാം ചുപ് ചാപ്പ് ആപ്പ്. കണ്ടോ, ചുപ് ചാപ്പ് ആപ്പ്. അതുപോലെ ബട്ടോർ ഓർ. ഇപ്പം ഞാനിവിടെ ബോർഡിൽ എഴുതിയിടാം തുകാന്ത ശബ്ദം എഴുതണം എന്നുള്ളൊരു എക്സസൈസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം നിങ്ങൾ അത് ചെയ്യുക. തുകാന്ത ശബ്ദം എഴുതാനുള്ള എക്സസൈസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 കൊടുത്തിട്ടുണ്ട്. കവിതാമേ മായേ ഇൻ ശബ്ദവും കോ പഠിയേ, തുകാന്ത ശബ്ദമാണ്. ഇതുപോലെ ഒരുപാട് തുകാന്ത ശബ്ദങ്ങളുണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, तो हम मैं यहाँ लिखती हूँ तुकांत शब्द चित्रमित्र. ആദ്യത്തെ വേർഡ് ഏതാണ്? चित्रमित्र. उसके बाद होश जोश. होश जोश. उसके बाद चुपचाप आप. चुपचाप आप. then fourth word ബട്ടോർ ഓർ. നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വേർഡ്സിൻ്റെ എല്ലാം അവസാന ലെറ്റർ എന്താണ്? സെയിം ആണല്ലേ. ബട്ടോർ ഓർ. ഇവിടെ കണ്ടോ, പ് പ്, ഇവിടെ ഷ് ഷ് ഏസ.
तो देन उसके बाद तैयार सरदार, तैयार सरदार, तैयार सरदार। देन उसके बाद और चोर, और चोर। देन उसके बाद शेर देर, शेर दर, शेर देर। देन उसके बाद बांस सांस, बांस सांस, बांस सांस। देन उसके बाद दूर चूर, दूर चूर। और उसके बाद रोक डरपोक, रोक डरपोक। और आखिरी शब्द है पास अभ्यास, पास അഭ്യാസ്. തുകാന്ത് ശബ്ദ ഹെ. तो ഈ കവിതയിലുള്ള തുകാന്ത് ശബ്ദം ഇതൊക്കെയാണ്. ഇതാണ് ചിത്രമിത്ര, ഹോഷ് ജോഷ്, ചുപ്ചാ പാപ്, ബട്ടോർ ഓർ, തയ്യാർ സർദാർ, ഓർ ചോർ, ഷേർ ദേർ, ബാം സാസ്, ദൂർ ചൂർ, റോക്ക് ഡർപോക്ക്, പാസ് അഭ്യാസ്. അതായത് അവസാന അക്ഷരം എന്തായിരിക്കും? ഒരുപോലെ തന്നെ ആയിരിക്കും അല്ലേ? നോക്കിക്കേ, എല്ലാത്തിൻ്റെയും ലെറ്റേഴ്സ്, ആ എല്ലാ വാക്കുകളുടെയും അവസാന അക്ഷരം ഒന്ന് തന്നെയല്ലേ? ആ പേര് മാത്രമേ നോക്കാവുള്ളൂ. ഇപ്പം മിത്ര, ചിത്ര, ത്ര ത്ര, ഹോഷ് ജോഷ്, ഷ്, ചുപ്ചാ പാപ്പ്, പ്, ഓർ ബട്ടോർ, റ്, തെയ്യാർ സർദാർ, റ്, ഓർ ചോറ്, ഷേർ ദേർ, അങ്ങനെ. അപ്പം അത് മനസ്സിലായില്ലേ? അപ്പോൾ തുകാന്ത് ശബ്ദം എന്താന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണ് തുകാന്ത് ശബ്ദം എന്ന് പറയുന്നത്. അതായത് ജിൻകോ ബോൾത്തെ സമയം അന്തമേ ഏക് ജൈസി ആവാസ് സുനായി ദേത്തി ഹെ. ഒരു വാക്കുകൾ പറയുമ്പോൾ അവസാനത്തെ അക്ഷരം ഒരുപോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ, ഒരുപോലെ എഴുതുകയാണെങ്കിൽ അതിനെന്ത് പറയും? തുകാന്ത് ശബ്ദം എന്ന് പറയും. അപ്പോൾ ഈ പോയം, അതിൻ്റെ മീനിങ്ങും തുകാന്ത് ശബ്ദവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാം, ലൈവ് ക്ലാസ്സിൽ ചോദിക്കാം. तो बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.